ഹലോ ഗൈസ്, 2 ദിവസമായിട്ട് കണ്ടില്ല അല്ലേ? ഞാൻ എവിടെയും പോയിട്ടില്ല, ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. നമുക്ക് പതിവ് പോലെ ഒരു ഓട്ട ഈച്ചുന്നടെ കണ്ടാലോ? അമ്മേന്റെ അടുത്ത് അരികെ മൊരിഞ്ഞ വെള്ളപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞേൽപ്പിച്ചതാണ്. അത് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നല്ല കറുത്ത എഗ് റോസ്റ്റും ആയിരുന്നു കേട്ടോ. സാധാരണ 2 വെള്ളപ്പമാണ് ഞാൻ കഴിക്കാറ്, പക്ഷെ ഇതിന്റെ ടേസ്റ്റ് കാരണം ഇന്ന് ഞാൻ 3 വെള്ളപ്പം കഴിച്ചു കേട്ടോ. ആ കറിയാണെങ്കിലോ ഒരു രക്ഷയുണ്ടായിരുന്നില്ല. ഇതെങ്ങനെ ഉണ്ടാക്കിയതാണെന്ന് ചോദിക്കണം എന്നൊക്കെ വിചാരിച്ചതാണ്, പക്ഷെ എന്തോ എന്റെ ഈഗോ അതിന് സമ്മതിച്ചില്ല. എന്തായാലും വേണ്ടിയില്ല, 3 വെള്ളപ്പം കണ്ണും പൂട്ടി ഞാൻ അകത്താക്കിയിട്ടുണ്ട് കേട്ടോ. അതും കഴിച്ച് കുറച്ച് സമയം റെസ്റ്റ് എടുത്തതിന് ശേഷം ഞാൻ കഴിക്കുന്നത് നമ്മുടെ നേന്ത്രപ്പഴമാണ് കേട്ടോ. വലിയ പഴമായിരുന്നു, അതുകൊണ്ട് ഒരു പഴം മൊത്തം കഴിച്ചില്ല, പകുതി പഴമാണ് കഴിച്ചത് കേട്ടോ. ഉച്ചയ്ക്ക് ചോറിൻ്റെ ഒപ്പം ആണെങ്കിൽ നല്ല തേങ്ങ അരച്ച കോരക്കറിയും ചീരപ്പേരി ഉണ്ടായിരുന്നു. ചീരപ്പേരി ആദ്യം തന്നെ അകത്താക്കിയിട്ടുണ്ട്. വൈകിട്ട് ചായൻ്റെ ഒപ്പം ആണെങ്കിൽ നമ്മുടെ ഗുഡ് ഡേ ബിസ്ക്കറ്റ് ആയിരുന്നു കേട്ടോ. എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല, എന്നാലും എന്തെങ്കിലുമൊക്കെ കഴിക്കണ്ടേന്ന് വിചാരിച്ച് ബിസ്ക്കറ്റ് 2 എണ്ണം കഴിച്ചു. അപ്പോഴാണ് ഏട്ടൻ വന്നത്. അപ്പം ഏട്ടൻ വന്നത് പ്രമാണിച്ച് അമ്മ സ്പെഷ്യലായിട്ട് പഴംപൊരി ഉണ്ടാക്കി. അപ്പം പിന്നെ ഞാനത് കഴിച്ചു. പഴംപൊരിക്ക് കൊടുക്കത്തെ ടേസ്റ്റ് ഇതിൽ ഈഗോ മാറ്റി വെച്ച് എന്താണ് ചേർത്തതെന്ന് ചോദിച്ചപ്പോൾ അമ്മ പറയാണ്, രാവിലത്തെ വെള്ളപ്പമാവ് കുറച്ച് ബാക്കിയുണ്ടായിരുന്നു, അത് ചേർത്തു. എന്റെ കയ്യിലിരിക്കുന്ന ഈ സാധനം തേങ്ങയല്ല, മാങ്ങയാണ്. തേങ്ങ പോലത്തെ മാങ്ങ. നിങ്ങൾ ഇങ്ങനത്തെ മാങ്ങ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടെങ്കിൽ ഈ മാങ്ങയ്ക്ക് എന്താണ് പേരെന്ന് അറിയുന്നവരൊന്ന് കമന്റ് ചെയ്യണേ. ഏട്ടൻ വരുമ്പോഴാണെങ്കിൽ പേരൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ അത് മുറിച്ച് കഴിച്ചു. ഇത് വലിയ മധുരം ഇല്ലായിരുന്നു കേട്ടോ. ചേച്ചിയുടെ വീട്ടിൽ ഏട്ടൻ നിൽക്കാറില്ലെന്ന് ഒരാൾ കമന്റ് ചെയ്തത് ഞാൻ കണ്ടു കേട്ടോ. ഏട്ടൻ്റെ അടുത്ത് കുറേ പറഞ്ഞു, പക്ഷേ എന്തോ നിന്നില്ല. വല്ലപ്പോഴൊക്കെ നിൽക്കാറുണ്ട് കേട്ടോ. ടാറ്റാ.